ജനുവരി 22 മതേതര ഇന്ത്യ തലകുനിക്കുന്ന ദിനം എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് തുടങ്ങുന്നത്. 500 വർഷം മുമ്പ് ഹിന്ദുവിൻ്റെ അഭിമാനത്തിനേറ്റ മുറിവിന് മരുന്ന് വെക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്നൊക്കെയാണ് സംഘപരിവാർ സുഹൃത്തുക്കൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എത്ര ആലോചിച്ചിട്ടും ആ ആശയം മനസ്സിലാകുന്നതേയില്ല. ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ നായരും പുലയനും നമ്പൂതിരിയും ഈഴവനും പണിയനും പറയനുമെല്ലാം ചേർന്ന് നമ്മുടെ നാട്ടിലെ ഹിന്ദുവിൻ്റെ കഴിഞ്ഞ 500 വർഷത്തെ അഭിമാന പ്രശ്നങ്ങൾ എവിടെയെങ്കിലും അയോധ്യയിലെ രാമക്ഷേത്രം കടന്നു വന്നിരുന്നോ? അവരുടെ അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതമേൽപ്പിച്ചത് മുഗൾ ചക്രവർത്തിയായ ബാബർ ആയിരുന്നോ? കേരള സാഹചര്യത്തിൽ മാത്രം പരിശോധിക്കാം. നായരിൽ തന്നെ നമുക്ക് തുടങ്ങാം. നായരെ കൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം അടിയൻ എന്ന് മാത്രം പറയിപ്പിച്ച് വായ്ക്കകത്ത് പൊത്തി വാല് പോലെ പിന്നാലെ നടത്തിയത് ബാബർ ആയിരുന്നോ? ഗൃഹസ്ഥനായ നാട്ടിലെ ഏതെങ്കിലും നായരെ റാന്തൽ വിളക്കും തെളിയിച്ച് മുറ്റത്ത് മഞ്ഞു കൊള്ളാൻ നിർത്തിയത് ബാബർ ആയിരുന്നോ? സംബന്ധങ്ങൾ കുഞ്ഞുങ്ങളെ പോറ്റേണ്ടി വന്ന നായർ സ്ത്രീകളുടെ ദുരിതങ്ങൾക്ക് ഉത്തരവാദി ഏതെങ്കിലും മുഗൾ ചക്രവർത്തിയായിരുന്നോ? ശൂദ്രരായ നായർക്കും നമ്പ്യാർക്കുമെല്ലാം വേദവും സംസ്കൃതവും നിഷേധിച്ചത് ടിപ്പു സുൽത്താനായിരുന്നോ? മറക്കുടക്കുള്ളിലെ മഹാനഗരങ്ങളിൽ നമ്പൂതിരി സ്ത്രീകളെ നൂറ്റാണ്ടുകളോളം തളച്ചിട്ടത് അക്ബർ ആയിരുന്നോ? ഈഴവർക്കും പുലയർക്കുമെല്ലാം ക്ഷേത്രപ്രവേശനവും ക്ഷേത്രത്തിന് മുന്നിലെ പൊതുവഴി പോലും നിഷേധിച്ചത് ഔറംഗസീബായിരുന്നോ? അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടലും ഏർപ്പെടുത്തിയത് ഏതെങ്കിലും മുസ്ലിം ഭരണകാരിയായിരുന്നോ? കെട്ടിയ പെണ്ണിനെ ആദ്യ രാത്രി തന്നെ ഏത് ഇസ്ലാമിക നാടുവായ്ക്ക് മുന്നിലാണ് ഈ നാട്ടിലെ കീഴട മനുഷ്യർക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്? കേട്ടാൽ അറപ്പ് തോന്നുന്ന പേര് മാത്രം സ്വന്തം കുഞ്ഞുങ്ങൾക്കിടേണ്ടി വന്ന കിയാൻ്റെ ഗതികേടിന് കാരണം ഹുമയൂണായിരുന്നോ? മലയപ്പുലയൻ്റെ വായക്കുല വെട്ടിക്കടത്തിയത് കുഴികുത്തി കഞ്ഞി തന്നത് ഏത് മുഗൾ നാടുവായായിരുന്നു? പണിയനെയും പറയനെയും 2 സെൻറ്റ് കോളനിയിലെ അന്തേവാസിയാക്കിയത് ജഹാംഗീർ ആയിരുന്നോ? 1000 വർഷം ക്ഷേത്രത്തിനകത്തു മാത്രമല്ല ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴിയിൽ പോലും പുഴുത്ത പട്ടികളെപ്പോലെ പ്രവേശനം നിഷേധിക്കപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയും പ്രധാന അഭിമാന പ്രശ്നം അയോധ്യയിലെ ഏതോ ഒരു അമ്പലം പള്ളി തർക്കമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള, അത് വലിയൊരു വിഭാഗം മനുഷ്യരെയും വിശ്വസിപ്പിക്കാനുള്ള ആ സാമർഥ്യമില്ലേ? അതിന് അഭിനന്ദനങ്ങൾ. കഴിവെച്ച് നോക്കിയാൽ ഹിന്ദു തരം നിങ്ങൾ ഗീബൽസിൻ്റെ ശിഷ്യരല്ല, അയാൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ്. ഇന്ന് ഏറെക്കുറെ ചർച്ച ചെയ്യുന്ന വിഷയം അത് തന്നെയാണ് അല്ലേ? ബാബരി മസ്ജിദിനെ കുറിച്ചാണ് ഇന്ന് ഏറെക്കുറെ സോഷ്യൽ മീഡിയയിൽ കൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അന്നേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അത് ബാബരി മസ്ജിദ് തന്നെയായിരുന്നു. അത് ഇന്നും അത് തന്നെയാണ്. എത്ര പേരിട്ട് വിളിച്ചാലും അത് ബാബരി മസ്ജിദ് തന്നെയായിരിക്കും വിളിപ്പേര് വരിക. അപ്പോൾ ആരായിരുന്നു ഈ ബാബർ? ബാബറിൻ്റെ ശരിയായ പേരെന്താണ്? മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ബാബർ. യഥാർത്ഥ പേര് തിമൂറിൻ്റെ പിൻഗാമികളിൽ ഒരാളാണ് ഈ ബാബർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യം. സാഹസികനും യുദ്ധതന്ത്രജ്ഞനുമെങ്കിലും ബാബർ കലയിലും സാഹിത്യത്തിലും അങ്ങേയറ്റം തൽപരനായിരുന്നു. നക്ഷബന്ദിയ സൂഫി സരണി സ്വീകരിച്ചിരുന്ന ഇദ്ദേഹം ആധ്യാത്മികതയോടും പ്രതിപത്തി കാട്ടിയിരുന്നു. മധ്യേഷ്യയിലെ ഫർഗാനയിലെ തിമൂറി കുടുംബാംഗമായിരുന്നു ബാബർ. ഉസ്ബെക്കുകളുമായുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുകയും തുടർന്ന് അവിടം വിട്ട് ഇന്ത്യയിലേക്കെത്തി മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറപ്പാവുകയും ചെയ്തു. സാമ്രാജ്യ സ്ഥാപകനെങ്കിലും കരുത്തുറ്റ ഒരു ഭരണകൂടം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ബാബറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹുമയൂൺ ആണ് സാമ്രാജ്യത്തിൽ ശക്തമായ ഭരണക്രമം സ്ഥാപിച്ചത്. ബാബറിൻ്റെ യുദ്ധവീര്യം പാനിപ്പത്ത്, ക്വാന, ഗ്രോഗ്ര യുദ്ധങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നു. അപ്പം ഇതൊക്കെയാണ് ബാബർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഏകദേശമുള്ളൊരു ഇത് പറയാനുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്.